വേദിയിലുള്ള പണ്ഡിതന്, സഹൃദയരായ സഹോദര സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ മുസ്ലിം സഹോദരങ്ങളോട് ലോക സമസ്ത സുഖിനോ ഭവന്തു. ഹിരണ്യഗർഭ സമവത്രത്താഗ്രേ ഭൂതസ്യജാത പരിദേക ആസിത്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ചു പേരുന്ന നാഥന്റെ നാമത്തിൽ ഞാൻ മാത്രമല്ല, എൻ്റെ അയൽക്കാർ മാത്രമല്ല, എൻ്റെ ബന്ധുമിത്രാദികൾ മാത്രമല്ല, ലോകത്തിലുള്ള മുഴുവൻ ആളുകൾക്കും സുഖം ഭവിക്കട്ടെ. ഇന്നത്തെ ഈ പ്രത്യേക ദിവസം ഇവിടെ സംസാരിക്കപ്പെടേണ്ട അനുഭാവനെ സംബന്ധിച്ച് ഒരു പ്രാസംഗികന്റെ വാക്ക് സാമർഥ്യത്തിലോ ഒരു എഴുത്തുകാരന്റെ ഭാവനാസൃഷ്ടിയിലോ ഒരു കവിയുടെ ഭാവനയിലോ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ആദ്യം തന്നെ ഉസ്താദ് അവர்கள் 2-3 വാക്കിൽ സംസാരം ആശംസ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മറ്റു ഭാഗങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എന്നിരുന്നാലും ഈ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനവറുകളെ മനുഷ്യകുലത്തെ ഈ ഭൂലോകത്തേക്ക് സൃഷ്ടിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല എന്ന് നിശ്ചയിച്ചുവോ, ആ സന്ദർഭത്തിൽ തന്നെ പ്രവാചകനെ സംബന്ധിച്ചും നിശ്ചയം നടത്തിയിട്ടുണ്ട്. മാനവകുലത്തിന് മാർഗദർശനം നടത്തുന്നതിന് വേണ്ടി 1,24,000-ൽ പരം അമ്പിയാ മുർസലീങ്ങളെ ഭൂലോകത്തേക്ക് മനുഷ്യ സൃഷ്ടിയിലേക്ക് മനുഷ്യരായിക്കൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു തആല അയക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രവാചകന്മാർ മുഴുവനും വന്നുകൊണ്ട് പ്രചരിപ്പിച്ചത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഹഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചായിരുന്നു. 1,24,000 അമ്പിയാ മുർസലീങ്ങൾ, പ്രവാചകന്മാർ അമ്പിയാ മുർസലീങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്, ഏത് കാലഘട്ടത്തിൽപ്പെട്ടവരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. രണായുഗത്തിൽ ജീവിച്ചിരുന്ന മഹാനായ വാൽമീകി മഹർഷി, അദ്ദേഹം വേദപുസ്തകങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ വേദവ്യാസനായി അറിയപ്പെട്ടു. അദ്ദേഹം തന്റെ ഭവിഷ്യ പുരാണം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രവാചക പ്രഭു ഈ ലോകത്ത് വരുന്നതിന് 5000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ആ മഹാകവി എന്താണ് പറഞ്ഞത്? ഏകസ്മിൻ അന്തരേ, അങ്ങനെ ഇരിക്കുമ്പോൾ മ്ലേച്ഛാചാര്യന് വിദേശനായ ഒരു ആചാര്യൻ പിറക്കും. മഹാനബേവിഖ്യാത ശിഷ്യ സദാസമന്വിതം മുഹമ്മദ് നബി എന്ന പേരോടുകൂടി അദ്ദേഹം പ്രശസ്തിയായിത്തീരും. ബുദ്ധമത സ്ഥാപകനായിരുന്ന ശ്രീബുദ്ധൻ പറഞ്ഞു, എനിക്ക് പിന്നാലെ മൈത്രേയൻ വരാനുണ്ട് എന്ന്. അങ്ങനെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരോ ഏത് ആളുകളോ എന്നറിയില്ല, പ്രവാചകനെ പറ്റി ഈ ലോകത്തോട് പറഞ്ഞു തന്നെയാണ് കടന്നുപോയത്. അതുകൊണ്ട് വിശാലമായി സംസാരിക്കാൻ ഇവിടെ സമയമില്ലാത്തത് കൊണ്ട് ഈ അവസരത്തിൽ 2 വാക്ക് പ്രവാചകനെ സംബന്ധിച്ച് പറയുവാൻ അവസരം തന്ന ഇതിന്റെ സംഘാടകർക്ക് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം ഇവിടെ സംബന്ധിച്ച മുഴുവൻ ആളുകൾക്കും ഈ പരിപാടിയുടെ പേരിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ യുസല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഏകൈകനാഥന്റെ ദൃഷ്ടാന്തരത്തിൽ അറിയുന്നു അവൻ മാത്രം മലക്കിന്റെ തീട്ടം. സൃഷ്ടിച്ച റബ്ബും അവന്റെ മലക്കും മുത്താം റസൂലിന് ചൊല്ലും സലാത്ത്. ഇൻസാകും നമുക്കൽപ്പം ആശ്വാസം കിട്ടാൻ മനഃശാന്തി ഏകും സലാത്തിന്റെ പുണ്യം. സലാം യാ റസൂലേ അലൽ യാ ഹബീബേ, അലങ്ങൾ അഖിലവും സലാം യാ റസൂലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.